എല്ലാവർക്കും ചില്ലൻ പാക്കിലേക്ക് സ്വാഗതം. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ഇവിടേക്ക് വരാൻ പറ്റിയത് 3 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ്. 3 പ്രാവശ്യവും ഈ വള്ളസദ്യക്കും അതുപോലെ ഈ ക്ഷേത്ര ദർശനവും നടത്താന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ ബുക്ക് ചെയ്തിട്ടും അത് മുടങ്ങിപ്പോയ ഒരു യാത്രയായിരുന്നു എൻ്റെ ഈ യാത്ര. എൻ്റെ ഈ ആഗ്രഹത്തിന് കൂട്ടുനിന്ന 10 പേരോടും എൻ്റെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. നമ്മൾ അവിടെ എത്തിയിരിക്കുന്നത് 19-ാം തീയതി രാത്രിയായിരുന്നു. രാത്രി പൂജ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആ പൂജ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പുറത്ത് നിന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ശീവേലി ഉണ്ടായിരുന്നു. ശീവേലിയാണ് ഇപ്പോൾ കാണുന്നത്. നല്ല മഴ പെയ്തു. ദർശനത്തിന് ശേഷം നല്ല മഴ പെയ്തു. ആ മഴയത്തായിരുന്നു ശീവേലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് അതിൻ്റെ മുഴുവൻ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിറ്റത്തെ ദിവസം രാവിലെ 10 മണി കഴിഞ്ഞു. മറ്റു ക്ഷേത്രങ്ങളുടെ ദർശനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒത്തിരി ഒരു തിരക്കിലായിരുന്നു ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ലോകപ്രശസ്തമായ വള്ളംകളിയും അതുപോലെ വള്ളസദ്യയുടെയും ആ ഒരു പേരും പെരുമയും എന്താണ് എന്നത് എല്ലാവർക്കും അറിയാം. ഐതിഹ്യങ്ങളും അന്ന് നടന്ന അനുഭവങ്ങളും പറയാതെ ഈ വീഡിയോ ഇടുന്നത് ഒരിക്കലും ശരിയാവില്ല. 60 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഈ ഒരു ഉത്സവാഘോഷം. ജൂലൈ 19 തുടങ്ങിയിട്ട് സെപ്റ്റംബർ 16 തീരുന്നത്. 9 നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. ഭഗവാൻ കൃഷ്ണൻ പാർത്ഥസാരഥിയായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠയുള്ളത്. 6 മുള കൊണ്ട് കെട്ടിയ ചങ്ങാടത്തിലാണ് ഭഗവാൻ കൃഷ്ണൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നാണ് ഐതിഹ്യം. അങ്ങനെയാണ് ആറന്മുള എന്ന പേര് ഈ ഒരു സ്ഥലത്തിന് വന്നതെന്നും പറയപ്പെടും. നമ്മൾ പോയ ദിവസം 7 പള്ളിയോടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 7 പൂജാ താലങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പൂക്കളുടെ താലങ്ങൾ. ഈ 7 താലങ്ങൾ വെച്ചിട്ടാണ് അവരെ സ്വീകരിക്കുന്നത്. ഈ പള്ളിയോടത്തിൽ വരുന്ന ആൾക്കാരെ സ്വീകരിക്കുന്നത് ഈ 7 താലങ്ങൾ വെച്ചിട്ടാണ്. വഴിപാടായിട്ട് എത്ര വള്ളസദ്യ ബുക്ക് ചെയ്തിട്ടുണ്ടോ അതിന് കണക്കായിട്ടാണ് ഈ താലങ്ങൾ ഇവിടെ ഒരുക്കി വെക്കുക. ഈ വഴിപാടായിട്ട് വള്ളസദ്യ ബുക്ക് ചെയ്യുന്നത് പ്രധാനമായും നമുക്ക് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നു കഴിയുമ്പോഴാണ് ആൾക്കാർ ഇവിടെ ഒരു വള്ളസദ്യ എന്നുള്ള ആ ഒരു വഴിപാട് ചെയ്യുന്നത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. 11:30 പള്ളിയോടങ്ങൾ കടവിലെത്തുന്നുള്ള ആ ഒരു അറിയിപ്പ് കിട്ടിയതിന് ശേഷം നമ്മളെല്ലാവരും അങ്ങോട്ടേക്ക് പോയി. ഇത്രയും ആൾക്കാർ അവിടെ കാത്തു നിൽക്കുന്നത് ഈ പള്ളിയോടങ്ങൾ വരുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. 52 കരയിലുള്ള പള്ളിയോടങ്ങളാണ് ഉള്ളത്. ഈ 52 കരയിലെ പള്ളിയോടങ്ങളിൽ ഏത് കരയിലുള്ള പള്ളിയോടങ്ങളാണോ നമ്മൾ വഴിപാടായിട്ട് ബുക്ക് ചെയ്യുന്നത്, വള്ളസദ്യക്ക് ബുക്ക് ചെയ്യുന്നത്, ആ പള്ളിയോടത്തിൽ കയറി നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തുകയും ക്ഷേത്രത്തിലെ പൂജകളൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ആ കരയിലേക്ക് എത്തുകയും അവിടെ സദ്യ നടത്തുകയും ചെയ്യുകയായിരുന്നു മുൻപ് പതിവ്. ആ ഒരു പതിവ് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ഈ 52 കരയിലെ വള്ളസദ്യകൾ കോർഡിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഈ വള്ളസദ്യ ഇപ്പം ക്ഷേത്രത്തിനകത്തായിട്ട് വെച്ചിരിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനുള്ളിലാണ് ഇപ്പം വള്ളസദ്യ നടത്തുന്നത്. അതുപോലെ പുരുഷന്മാർ മാത്രമാണ് പള്ളിയോടങ്ങളിൽ കയറാറ്. സ്ത്രീകൾ കയറാറില്ല. 5 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളെയും ഈ പള്ളിയോടത്തിൽ കയറ്റാറില്ല. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും കയറ്റാറില്ല. ശുദ്ധിയോടെയും അതുപോലെ അനുഷ്ഠാനപരമായിട്ടുള്ള ഡ്രസ്സും ഈ പള്ളിയോടത്തിൽ കയറാൻ വേണ്ടി പ്രത്യേകമായിട്ടുണ്ട്. പള്ളിയോടങ്ങൾ ഓരോന്നായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഭഗവാനെ സ്തുതിക്കുന്ന പാട്ടുകൾ പാടി വേണം ഈ പള്ളിയോടങ്ങൾ തുഴഞ്ഞു വരാൻ എന്നാണ് ആചാരം. ഭഗവാൻ ഈ ഓരോ പള്ളിയോടത്തിലും ഉണ്ട് എന്നതാണ് വിശ്വാസം. നിലക്കൽ നിന്ന് 6 മുള കെട്ടിയ നൗകയിലാണ് ഭഗവാൻ ഇവിടെ എത്തുന്നത്. അതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് വള്ളങ്ങളിൽ വന്ന് ഭഗവാനെ പ്രസാദിപ്പിക്കുന്നത്. ഈ വള്ളസദ്യ കഴിക്കുവാൻ നമ്മൾ ഒന്നുകിൽ വള്ളസദ്യ വഴിപാടായിട്ട് ചെയ്യണം. അതുമല്ലാന്നുണ്ടെങ്കിൽ പള്ളിയോടെ സേവാ സംഘത്തിൻ്റെ അടുത്തുനിന്നും പാസ് കിട്ടണം. അത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് പെയ്ഡ് സദ്യ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ബുക്ക് ചെയ്തതിന് ശേഷം ക്ഷേത്രത്തിലെത്തി ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ആ ഒരു ടിക്കറ്റ് റെസീറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യും. ഈ കൂപ്പൺ കാണിച്ചു കഴിഞ്ഞാൽ ഓഡിറ്റോറിയത്തിലായിരിക്കും ഈ പെയ്ഡ് സദ്യയുടെ ആൾക്കാർക്കുള്ള സദ്യ ഉണ്ടാവുന്നത്.
നിങ്ങളെന്താ പറഞ്ഞത്? എ ബാച്ചും ബി ബാച്ചും പള്ളിയുടെ സേവാ സംഘങ്ങളും വഴിപാടായിട്ട് വള്ളസദ്യ ബുക്ക് ചെയ്തവരും ചേർന്ന് പള്ളിയോടങ്ങളിൽ വരുന്നവരെ സ്വീകരിച്ച് ആനയിച്ച് ശ്രീകോവിലിന്റെ കിഴക്ക് ഭാഗത്ത് ഒരുക്കി വെച്ച പറയും നിലവിളക്കും ഒക്കെയുള്ള പൂജാകാര്യങ്ങളും ഒക്കെയുള്ള സ്ഥലത്തേക്ക് അവിടെ ആനയിച്ചെത്തിയതിനു ശേഷം വഞ്ചിപ്പാട്ടും കഴിഞ്ഞ് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും കർമ്മങ്ങളും കഴിഞ്ഞതിന് ശേഷം അവർക്കായി ഒരുക്കി വെച്ച ഓരോരോ പള്ളിയോടങ്ങൾക്കും ഓരോരോ കരയിലുള്ള ആൾക്കാർക്കും സെപ്പറേറ്റ് ആയിട്ട് ഒരുക്കി വെച്ച ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ഒരുക്കി വെച്ച ഹോളുണ്ട്. സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോരുത്തർക്കും ഓരോരോ പള്ളിയോടങ്ങൾക്കും ഓരോരോ ഹോളാണ്. അവിടത്തേക്കാണ് ഈ വെള്ളസദ്യ കഴിക്കാൻ വേണ്ടി ആചാരപരമായിട്ട് അവർ പോവുക. 64 തരം വിഭവങ്ങളാണ് ഉണ്ടാവുക. അതിൽ 44 എണ്ണം ഇലയിൽ വിളമ്പി വെച്ചിട്ടുണ്ടാവും. ബാക്കിയുള്ള 20 എണ്ണം ഈ തുഴച്ചിലുകാർ, അതായത് വഞ്ചിപ്പാട്ടുകാർ പാടി ചോദിക്കണം എന്നാണ്. ഈ പാടി ചോദിക്കുന്നത്, ഈ കഴിക്കുന്നത് ഭഗവാനാണെന്നും ആ ഭഗവാൻ ചോദിക്കുന്നതാണ് ഈ വിഭവങ്ങളെന്നും, അതിനാൽ അത് പാട്ട് പാടിയ ഉടനെ തന്നെ അവരുടെ മുന്നിലേക്ക് എത്തണം എന്നാണ് ആചാരം. അത് ആ പാടി ചോദിക്കുന്നതിൽ ചില നിയമങ്ങൾ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. കാരണം ചോദിക്കുന്ന എല്ലാ വിഭവങ്ങളും അവിടെ ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് ആ ഒരു ആചാരത്തിൽ കാലാനുസൃതമായിട്ടുള്ളൊരു മാറ്റം വരുത്തി എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഉച്ചപൂജ കഴിഞ്ഞതിന് ശേഷമാണ് വള്ളസദ്യ തുടങ്ങുക. മറ്റൊരു സദ്യ കൊടുക്കുന്നത് അഷ്ടമി രോഹിണി നാളും അതിൻ്റെ പിറ്റേന്നാളുമാണ്. ഭഗവാന്റെ പിറന്നാളായിട്ടുള്ള അന്ന് ഉച്ചപൂജ കഴിഞ്ഞതിന് ശേഷം 66 വിഭവങ്ങൾ ചേർന്നിട്ടുള്ള ഒരു സദ്യയാണ് ഭഗവാൻ തന്നെ കാണാൻ വരുന്ന ഭക്തർക്ക് കൊടുക്കുന്നത്. ഇത് കൊടുക്കുന്നത് ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനുള്ളിൽ തന്നെയാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് പടച്ചോറാണ്. പടച്ചോറും പാൽപ്പായസവും. ഈ പടച്ചോറിൽ വഴുതിനങ്ങ മെഴുക്ക് പുരട്ടിയതും അതുപോലെ ഉപ്പുമാങ്ങയുടെ ഒരു കഷ്ണവും ഉണ്ടാവും. പാൽപ്പായസം നമ്മുടെ അഭീഷ്ട സിദ്ധിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പടച്ചോറിൽ ഈ വഴുതിനങ്ങ ആ ഒരു മെഴുക്ക് പുരട്ടിയത് സാമ്പത്തികമായി അതിലൊരു ഐതിഹ്യമുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുറച്ച് ആൾക്കാർ മുൻപ് ഭഗവാന് എന്തെങ്കിലും സമർപ്പിക്കണം, അത് ഒന്നുമില്ല കയ്യിൽ, അപ്പം എന്താണ് സമർപ്പിക്കുക എന്നുള്ളത് ആലോചിച്ചപ്പോൾ അവരുടെ തൊടിയിലുള്ളത് ആകെ വഴുതിനങ്ങ മാത്രമേ ഉള്ളൂ, വഴുതിനങ്ങയും മാങ്ങയും. ഈ വഴുതിനങ്ങ അവർ ഭഗവാന് സമർപ്പിക്കുകയാണ്. ഭഗവാൻ അത് അത്രയും നല്ല മനസ്സോടെ സ്വീകരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടാണ് ഈ പടച്ചോറിൽ വഴുതിനങ്ങ മെഴുക്ക് പുരട്ടിയത്, ഭഗവാൻ അത്രയും ഇഷ്ടമുള്ള വഴുതിനങ്ങ മെഴുക്ക് പുരട്ടിയതും അതുപോലെ ഉപ്പുമാങ്ങയും വെക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വള്ളസദ്യയുടെ മറ്റ് ആചാരാനുഷ്ഠാനങ്ങൾ നിങ്ങൾക്ക് കാണണ്ടേ? അതുപോലെ സബ്സ്ക്രൈബും ലൈക്കും കമന്റും ഒക്കെ ചെയ്യുക.
ദൈവത്തിന്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുള്ളത്. പള്ളിയോട സേവാ സംഘത്തിലെ ആൾക്കാരെയോ ആരെയും അറിയാതെ അവിടെ രാത്രി 19-ാം തീയതി രാത്രി അവിടെ എത്തുന്ന സമയത്ത് രണ്ടുപേരെ യാദൃശ്യമായി പരിചയപ്പെടുന്നു. അതിൽ ആദ്യത്തെ ആൾ കുറച്ചു കാര്യങ്ങൾ, ക്ഷേത്രത്തിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. തൊഴുതിറങ്ങാൻ നേരം ദേവസ്ഥത്തിനുള്ള മറ്റൊരാൾ രഥത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും വള്ളംകളിയുടെയും വള്ളസദ്യയുടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു. അദ്ദേഹം അവസാനം പറഞ്ഞത് തീവ്രമായി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നടന്നിരിക്കും എന്നുള്ളതായിരുന്നു. ഈ വീഡിയോ എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. പിറ്റത്തെ ദിവസം രാവിലെ ക്ഷേത്രത്തിൽ എത്തുന്നു. ആ ഒരു പള്ളിയോടത്തിന്റെ തന്നെയുള്ള ഒരാളെ കാണുന്നു. അദ്ദേഹം ചോദിച്ചു എത്ര പേരുണ്ട്, നമുക്ക് നോക്കാം എന്നുള്ളത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ പിന്നെ കണ്ടില്ല. പലരോടും ചോദിച്ചു നമുക്കിത് എടുക്കാൻ പറ്റും, കാരണം അദ്ദേഹത്തെ ഫോൺ നമ്പറോ പേരോ ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ യാദൃശ്ചികമായി പിന്നെയും അദ്ദേഹത്തെ കാണുന്നു. ആദ്യം മുതൽ അവസാനം വരെ മുഴുവനായിട്ടും എടുത്തിട്ട് പോയാൽ മതി എന്നുള്ള ഒരഭിപ്രായം കൂടി പറഞ്ഞിട്ടാണ് എന്നെ അകത്തേക്ക് കടത്തി വിട്ടിട്ടുണ്ടായിരുന്നത്. നെയ്യ് നിറച്ച് വിലച്ചിടുന്നൊരു പന്തൻ മുമ്പിൽ നിലവിളക്കിന് ഞാനിതാ കൈതൊഴുന്നേ. മരകമലപോൽ ഭോഗഭോഗീരതേ ത്രിഭുവനമഖിലം കാത്തുരക്ഷിക്കുമാദ്യൻ പഞ്ചാനാം പാണ്ഡവാനാം അതിനനിജം ഗോവിന്ദ ഉണ്ണിക്കണ്ണൻ തന്നെ ഇങ്ങ് ഉണ്ണാനെഴുന്നള്ളേ. ഉണ്ണികളാ അടിയങ്ങൾ തങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് ഉന്നതി വരുത്തുവാൻ സ്തുതിച്ചിടുന്നേ.
ഇങ്ങോട്ട് തിരിച്ചു വെച്ചു അത് കെടുക്കണ്ട ആവശ്യം അത് കെടുക്ക ആ സാമ്പ്രാണി വേണ്ട ഇനി വേണ്ട നമ്മൾ വെക്കുന്ന ഇത് പരിപ്പ് കൊടുത്താൽ നെയ്യ് 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 പായസം ആരാ ചെയ്യണ്ടോ അഭിഷേകത്തെ അന്യൂനാനന്ദമോടും സദനമടിവണിഞ്ഞിടുമീ കോവിൽ വാഴും സംപ്രീത്യ ശംഭുവന്ദ്യൻ തിരുവടി തിരുവാറൻ മുളേശൻ കനിഞ്ഞിടേണേ. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഹരി ഹരി. തിരുവാറന്മുള തന്നെ വാഴുമ തിരുവാറന്മുളയപ്പനെ തിരുമുമ്പിൽ
തിരുവാറന്മുളയപ്പൻ തന്നെ കൃപയുണ്ടായിടോ. അതോടെ ഏലാതിപ്പട്ടരുടെ ഇലമൂടി പർപ്പണകമേ അത് കൊണ്ടുപോകാം. പപ്പടവും, വലിയ പപ്പടം, ചെറിയ പപ്പടം, 4 തരം പായസം, അതുപോലെ പാളയിലാണ് നമുക്ക് തൈര് ഒഴിച്ചു തരുന്നത്. പാളത്തൈര് എന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിന്റെ പുറത്തുള്ള സദ്യയിൽ ഈ പാടിച്ചോദിക്കുന്ന ഭാഗമില്ല. അവിടെ പാടുന്നുണ്ട്, പക്ഷെ അവര് ആ വിളക്കിന്റെ അടുത്ത് നിന്നിട്ട് പാടുകയാണ്. ചോദിക്കുന്നതും വിളമ്പുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭക്തിയും വഞ്ചിപ്പാട്ടും ആചാരങ്ങളും ഒത്തുചേർന്ന ലോകപ്രശസ്തമായ ഈ വള്ളസദ്യയിൽ പങ്കുചേരാൻ സാധിച്ചതിൽ ദൈവത്തിനോടും അതുപോലെ എൻ്റെ സുഹൃത്തുക്കളോടും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരോടും ബൈ.